ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ സെക്കൻഡ് സെമ്മിലെ ഫോർത്ത് മോഡ്യൂളായ ഇലക്ട്രോ കെമിസ്ട്രിയാണ്. അപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്ന ക്ലാസ്സിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് ആദ്യം ഓൺലൈനായിട്ട് ഡിസ്കസ് ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പരീക്ഷ തുടങ്ങണയാണല്ലോ. അപ്പോൾ നമുക്ക് ജൂണിൽ കിട്ടുന്ന ക്ലാസ് കൊണ്ട് പരീക്ഷയും ഇന്ത്യൻ്റെ എക്സാമൊന്നും കംപ്ലീറ്റ് ആകില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ക്ലാസ് ഞാൻ ഓൺലൈൻ തുടങ്ങണയാണ്. ബാക്കിയുള്ളത് നമുക്ക് പറ്റുന്ന പോലെ ഓഫ്ലൈനിൽ കോളേജ് തുറക്കുമ്പോൾ നോക്കാം. ഇന്ന് ഡിസ്കസ് ചെയ്യാവുന്നത് ഇലക്ട്രോ കെമിസ്ട്രി എന്നുള്ളൊരു പോർഷനാണ്. അപ്പോൾ അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഡെഫിനിഷൻ, ഇതൊക്കെ ഒരു ഇൻട്രഡക്ഷൻ പാർട്ടാണ്. ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇലക്ട്രിസിറ്റി ആൻഡ് കെമിക്കൽ റിയാക്ഷൻ. നമുക്കറിയാം, നമ്മൾ സാധാരണ ബാറ്ററി എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. ബാറ്ററി എന്താ നടക്കുന്നത്, അവിടെ കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ കണ്ടിട്ടുണ്ട്, വെള്ളത്തിനകത്തേക്ക് കറണ്ട് കടത്തി വിടണമെങ്കിൽ അത് ഡിക്കമ്പോസ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്താ, കറണ്ട് കടത്തിയിട്ട് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതാണ്. ഈ രണ്ടെണ്ണത്തിൻ്റെ സ്റ്റഡിയിലാണ് കോമൺ ആയിട്ട് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ ഇന്റർ കൺവേർഷൻ ഓഫ് കെമിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി ആൻഡ് ഇലക്ട്രിക്കൽ എനർജി ഇൻറ്റു കെമിക്കൽ എനർജി ആയിട്ട് ഇന്റർ കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ്. ഇനി പിന്നെ നമുക്ക് ഈ ഇലക്ട്രിസിറ്റിയെ കടത്തി വിടുന്ന അനുസരിച്ചിട്ട് നമുക്ക് സബ്സ്റ്റൻസിനെ മൂന്ന് രീതിയിൽ കടത്തിവിടാം. ഇലക്ട്രിസിറ്റിയെ കടത്തിവിടുന്ന സബ്സ്റ്റൻസിനെ നമ്മൾ കോമൺ ആയിട്ട് കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നു. അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റിയെ കടത്തി വിടാത്തതിനെ നമ്മൾ ഇൻസുലേറ്റേഴ്സ് എന്ന് വിളിക്കുന്നു. ദെൻ ഭാഗികമായിട്ട് കടത്തിവിടുന്നതിനെ നമ്മൾ സെമി കണ്ടക്ടേഴ്സ് എന്നുള്ള രീതിയിൽ വിളിക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ മെയിനായിട്ട് വേണ്ടത് കണ്ടക്ടേഴ്സിനെ കുറിച്ചിട്ടാണ്. നമുക്ക് കണ്ടക്ടേഴ്സിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ കണ്ടക്ടേഴ്സ് ഇതെല്ലാം നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. വൺ ഈസ് കോൾഡ് മെറ്റാലിക് ഓർ ഇലക്ട്രോണിക് കണ്ടക്ടേഴ്സ് എന്നും രണ്ടാമത്തെ ഇലക്ട്രോലിറ്റിക് ഓർ അയോണിക് കണ്ടക്ടേഴ്സ് എന്നും. അപ്പോൾ അതിനെ നമുക്ക് എന്താണെന്ന് നോക്കാം. നിങ്ങളെല്ലാവരും നമുക്ക് വീടുകളിൽ ഇലക്ട്രിസിറ്റി കിട്ടണം നമ്മൾ കണ്ടിട്ടുണ്ട്. അതെന്താ, നമ്മുടെ ഒരു അലൂമിനിയം കമ്പി കൂടി കറണ്ട് വന്നതന്നെയാണ്, കറണ്ട് പാസ് ചെയ്തിട്ട് നമ്മുടെ വീട്ടിലേക്ക് എത്തണേണ്. അപ്പം ആ അലൂമിനിയം കമ്പിയിൽ കൂടി ഇലക്ട്രിസിറ്റി കടന്നു പോകുന്നു. പക്ഷെ ആ കമ്പിക്ക് എന്തെങ്കിലും ചേഞ്ച് സംഭവിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് ഒന്നും ചേഞ്ച് സംഭവിക്കുന്നില്ല. അങ്ങനെ ഉള്ള ഇലക്ട്രിസിറ്റിയെ കടത്തി വിടുന്ന സബ്സ്റ്റൻസിനെയാണ് ഇലക്ട്രോണിക് അല്ലെങ്കിൽ മെറ്റാലിക് കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇലക്ട്രോണിക് അല്ലെങ്കിൽ മെറ്റാലിക് എന്ന് പറയുന്നത്. അപ്പം നോർമലി നമുക്ക് എളുപ്പത്തിൽ ഓർക്കാനായിട്ട് മെറ്റൽസ്, നമ്മൾ കാണുന്ന ഇരുമ്പ്, ചെമ്പ്, അങ്ങനെയുള്ള സാധനങ്ങൾ, അലോയ്സ്, ഗ്രാഫൈറ്റ്, ഇതൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഇലക്ട്രിസിറ്റി എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പറഞ്ഞ് നമ്മുടെ വീട്ടിലെ കറണ്ട് എത്തുന്ന പറഞ്ഞാൽ ചെമ്പ് കമ്പിക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ? ഇല്ല. വിത്തൗട്ട് അണ്ടർഗോയിങ് എനി കെമിക്കൽ ചേഞ്ച്. അങ്ങനെയുള്ളതാണ് ഇലക്ട്രോണിക് അല്ലെങ്കിൽ മെറ്റാലിക് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ വീടുകളിൽ തന്നെ ഇലക്ട്രിസിറ്റി വരുന്നുണ്ട്. ആ ഇലക്ട്രിസിറ്റിയുള്ള കമ്പി നമ്മൾ പൊട്ടി താഴേക്ക് വീഴണമെങ്കിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഷോക്ക് അടിക്കുന്നു. അപ്പം എന്തുകൊണ്ടാണ്? ആ ഇലക്ട്രിസിറ്റിയുള്ള കമ്പി താഴേക്കുള്ള വെള്ളത്തിൽ കൂടി വെള്ളത്തിൽ മുട്ടുമ്പോൾ വെള്ളത്തിൽ കൂടി ഇലക്ട്രിസിറ്റി കടന്നു പോകുന്നു. പക്ഷേ ഇലക്ട്രിസിറ്റി അവിടെ കടന്നു പോകുമ്പോൾ വെള്ളത്തിന് ഡീകമ്പോസിഷൻ സംഭവിച്ചിട്ടാണ് നമുക്ക് ഡീകമ്പോസിഷൻ സംഭവിക്കും. അപ്പോൾ ആ ഇലക്ട്രിസിറ്റി ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഷോക്ക് അടിക്കുന്നത്. അപ്പോൾ അവിടെ വെള്ളം ഒരു ലിക്വിഡ് ഫേസിനകത്ത് നിൽക്കുന്നതാണ്. മറ്റേ നമ്മൾ കണ്ടതല്ല, ഒരു സോളിഡ് ഫേസാണ്, മെറ്റൽ, അലോയ്, ഗ്രാഫൈറ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മോൾട്ടൺ അല്ലെങ്കിൽ ഒരു അക്വസ് സൊല്യൂഷനകത്തുള്ള ഇലക്ട്രിസിറ്റിയാണ് നമ്മുടെ ഇലക്ട്രോലിറ്റിക് കണ്ടക്ടേഴ്സ് ഓർ അയോണിക് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ വെള്ളത്തിൽ കൂടി കടന്നു കിടുമ്പോൾ നമ്മൾ വെള്ളം ഉൽപ്പാദിപ്പിക്കുന്ന ഹൈഡ്രജൻ, ഓക്സിജൻ നമ്മൾ കമ്പൈൻ ചെയ്തിട്ടാണ് വെള്ളം കിട്ടണമെന്ന് പറയാറുണ്ട്. അതേപോലെ അതിനെ ഡീകമ്പോസ് ചെയ്യണമെങ്കിൽ എന്ത് കിട്ടും? ഹൈഡ്രജൻ, ഓക്സിജൻ കിട്ടും. അപ്പം അതേപോലെ വെള്ളം കടന്നു പോകുമ്പോഴേക്കും ഇത് ഡീകമ്പോസ് ചെയ്യുന്നു, സബ്സ്റ്റൻസ് ഡീകമ്പോസ് ചെയ്യുന്നു. അപ്പം അങ്ങനെയുള്ള സബ്സ്റ്റൻസിനെ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് ഇലക്ട്രോലൈറ്റ്സ് എന്നുള്ളത്. ഇലക്ട്രോലൈറ്റ്സ്. അപ്പോൾ അവിടെ ഇലക്ട്രിസിറ്റി എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ഫ്ലോ ഓഫ് അയോൺസ് ഫ്ലോ ചെയ്യണം. ഫോർ എക്സാമ്പിൾ HCl എന്ന് പറഞ്ഞത് അതിൻ്റെ ആസിഡാണ്. അത് ഡീകമ്പോസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? H+ ആൻഡ് Cl- കിട്ടും. അപ്പോൾ ഇതൊരു അയോൺ. H+ എന്ന് പറഞ്ഞൊരു അയോണാണ്, കാറ്റയോണാണ്. Cl- എന്ന് പറഞ്ഞൊരു ആനയോണാണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് അതിൻ്റെ മോൾട്ടൺ, ഉരുകിയ അവസ്ഥയിൽ അല്ലെങ്കിൽ അക്വസ്, വെള്ളത്തിൽ ലയിച്ചത്, അല്ലെങ്കിൽ നമ്മുടെ ഉപ്പ് വെള്ളം, സോഡിയം ക്ലോറൈഡ്, ഉപ്പ് വെള്ളമൊക്കെ എടുക്കുമ്പോൾ നമുക്ക് അവിടെ നിന്ന് Na+ ആൻഡ് OH-, ഉപ്പുവെള്ളമാണെങ്കിൽ Cl- കൂടി കിട്ടും. അപ്പോൾ അവിടെ അയോൺസ് ഉണ്ട്. ഈ അയോൺസ് ആണ് ഇലക്ട്രിസിറ്റിയുടെ കാരണമാവുന്നത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്ന മാറ്റർ തന്നെ ചേഞ്ച് ചെയ്യുന്നു. സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് ഒക്കെ ചേഞ്ച് ചെയ്യുന്നത്. അപ്രീഷ്യബിൾ മൂവ്മെന്റ് ഓഫ് മാറ്റർ ഡസ് അക്കമ്പനീഡ് ബൈ ഇലക്ട്രോലിറ്റിക് കണ്ടക്ഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നോർമലി ആസിഡ്, ബേസ്, സോൾട്ട്, ഇതൊക്കെയാണ് നോർമലായിട്ട് ഇലക്ട്രോലിറ്റിക് കണ്ടക്ഷന് ഉപയോഗിക്കുന്നത്.
അപ്പോൾ അതിൻ്റെ ഒരു കമ്പാരിസനാണ് ഇലക്ട്രോണിക് അല്ലെങ്കിൽ മെറ്റാലിക് കണ്ടക്ടറും ഇലക്ട്രോലിറ്റിക് അല്ലെങ്കിൽ അയണിക് കണ്ടക്ടൻസിൻ്റെ ഒരു കമ്പാരിസനാണ്. ആദ്യത്തേതിനകത്ത് ഇലക്ട്രോണിക്സിനകത്ത് ഇലക്ട്രിസിറ്റി ഡ്യൂ ടു ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്, മറ്റേതാണെങ്കിൽ ഫ്ലോ ഓഫ് അയോൺസ് ആണ്. പിന്നെ മെറ്റാലിക്കിനകത്ത് ഡസ് നോട്ട് ഇൻവോൾവ് പെർമനൻറ്റ് കെമിക്കൽ ചേഞ്ച്. അതേസമയം അയോണിക്സിനകത്താണെങ്കിൽ ആ കെമിക്കൽ ചേഞ്ച് നടക്കും. നമ്മൾ കണ്ട HCl H+ ആൻഡ് Cl- ആയിട്ട് ഡീകമ്പോസ് ചെയ്യുന്നു. നോട്ട് ഇൻവോൾവ് എനി ട്രാൻസ്ഫർ ഓഫ് മാറ്റർ ചേഞ്ച് ചെയ്യുന്നില്ല. അതേസമയം അയണിക്കിനകത്താണെങ്കിൽ അത് അയോൺസ് ആയിട്ട് മാറി സെപ്പറേറ്റ് ചെയ്യുന്നു. പിന്നെ റെസിസ്റ്റൻസ് ടു കണ്ടക്ഷൻ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. റെസിസ്റ്റൻസ് എന്താ വരുന്നതിലൂടെ കറണ്ട് കടത്തുന്ന പോണതിനെ ഒബ്ജക്റ്റ് തന്നെയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് കറണ്ട് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നു, മീൻസ് കറണ്ട് കടന്ന് പോകുന്നത് കുറയുന്നു. നമ്മുടെ കമ്പി ചൂടായി കഴിയുമ്പോൾ കറണ്ടിൻ്റെ പാസേജ് കുറയും, അപ്പോൾ കറണ്ട് ലോസാണ് കിടക്കുന്നത്. അതേസമയം അയോണിക്കിനകത്താണെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് എളുപ്പത്തിൽ റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യുന്നു, കൂടുതൽ കറണ്ട് കടന്നു പോകുന്നു. ഈ പറഞ്ഞതൊക്കെ നമ്മുടെ ഏകദേശം ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നമ്മൾ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുന്നത് കണ്ടക്റ്റൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ കണ്ടക്റ്റൻസ് ഓഫ് ഇലക്ട്രോലൈറ്റ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അയോണിക് കണ്ടക്റ്റൻസിനുള്ള സൊല്യൂഷനാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത്. ദേ ആർ കോൾഡ് ഇലക്ട്രോലൈറ്റ്സ്. കെമിക്കൽ സബ്സ്റ്റൻസ് അക്വസ് അല്ലെങ്കിൽ മോൾട്ടൻ ആയിട്ടുള്ള സബ്സ്റ്റൻസിനെയാണ്. അപ്പോൾ ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റിയെ കടത്തി വിടുകയും allow the passage of electricity and undergo decomposition. HCl ഒരു ഇലക്ട്രോലൈറ്റ് ആണ്. എന്ത് സംഭവിക്കുന്നത്? അതിനകത്തോട് കറണ്ട് കടന്നു പോകുന്നു, അത് ഡീകമ്പോസ് ചെയ്ത് H+ ആൻഡ് Cl- ആയിട്ട് മാറുന്നു. വാട്ടർ ഒരു ഇലക്ട്രോലൈറ്റ് ആണ്. എന്താണ്? അത് കടന്നു പോകുമ്പോൾ H+ ആൻഡ് OH- ആയിട്ട് ഡീകമ്പോസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ളതിനാണ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. അതിന് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ്. അപ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുമ്പോഴേക്കും അതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട്, ഞാൻ നൈട്രിക് ആസിഡ് എഴുതിയിട്ടുണ്ട്, ഈ നൈട്രിക് ആസിഡ് അതിൽ കൂടെ കറണ്ട് പോകുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് അയണൈസ് ചെയ്യുന്നത്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് H+ ആൻഡ് NO3-. ഇപ്പോൾ ഇവിടെ ഒരു 10 HNO3 ഉണ്ടെങ്കിൽ അത് ഡീകമ്പോസ് ചെയ്യുമ്പോൾ 10 H+ഉം 10 NO3- കിട്ടുന്നു. അതിൽ 10 KOH ഉണ്ടെങ്കിൽ അത് ഡീകമ്പോസ് ചെയ്യുമ്പോൾ 10 K+ഉം 10 OH- കിട്ടുന്നു. അതാണ് കംപ്ലീറ്റ് ആയിട്ട് ഡീകമ്പോസ് ചെയ്യുന്നതിന് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. ഞാൻ വീക്ക് ഇലക്ട്രോലൈറ്റ്, ഫോർ എക്സാമ്പിൾ അസറ്റിക് ആസിഡ് എടുക്കണമെങ്കിൽ നോക്കി, ഈ ആരോ നോക്കി, ഇതൊരു ഞാൻ റിവേഴ്സിബിൾ ആരോണ് കാണിച്ചിരുന്നത്. ഇവിടെ ആണെങ്കിൽ ആ ഫോർവേഡ് ആരോ മാത്രമേ ഉള്ളൂ, ഇത് ഫോർവേഡ് ആരോ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ നോക്കിയാൽ റിവേഴ്സിബിൾ ആരോണ് കാണിച്ചത്. അതിൻ്റെ അർത്ഥം എന്താ? ഇതിനകത്തൊരു ഫിക്സഡ് എമൗണ്ട് അസറ്റിക് ആസിഡ് ഉണ്ടാവും, അസറ്റേറ്റ് അയൺ ഉണ്ടാവും, H+ ഉണ്ടാകും. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് അസറ്റിക് ആസിഡ് അയണൈസ് ചെയ്തിട്ടില്ല, കുറച്ച് ആണ്. അപ്പം നമ്മളൊരു 10 അസറ്റിക് ആസിഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ 4 അസറ്റിക് ആസിഡ് അയണൈസ് ചെയ്തിട്ട് അസറ്റേറ്റ് അയൺ H+ ആയിട്ട്, ബാക്കി 6 അയണൈസ് ചെയ്യേണ്ടിരിക്കുന്നു. ഈ 4 മാറുന്നൊക്കെ പറയുന്ന ഒരു റഫ് കണക്കാണ് കേട്ടോ. അതിൽ അമോണിയം ഹൈഡ്രോക്സൈഡ് എടുക്കുമ്പോൾ നോക്കി ഏതും ഒരു റിവേഴ്സിബിൾ ടൈപ്പാണ്, കംപ്ലീറ്റ് ആയിട്ട് അയണൈസ് ചെയ്യുന്നില്ല. അപ്പം അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അയണൈസ് ചെയ്യാത്തതിനാണ് നമ്മൾ വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആസിഡ് ആണെങ്കിലും ബേസ് ആണെങ്കിലും സോൾട്ടൊക്കെ ആണെങ്കിലും സ്ട്രോങ്ങും വീക്കൊക്കെ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇത് സ്ട്രോങ് ആസിഡിൻ്റെ ഒരു എക്സാമ്പിളാണ്, ഇത് സ്ട്രോങ് ബേസിൻ്റെ ഒരു എക്സാമ്പിളാണ്, ഇതൊരു വീക്ക് ആസിഡിൻ്റെ ഒരു എക്സാമ്പിളാണ്, ഇതൊരു വീക്ക് ബേസിന് എക്സാമ്പിളാണ്. അതുപോലെ സോൾട്ടൻ്റ്, സോഡിയം ക്ലോറൈഡ്, HKNO3 ഒക്കെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന് എക്സാമ്പിളാണ്. വീക്ക് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ അമോണിയം ഹൈഡ്രോക്സൈഡ്, അമോണിയം അസറ്റേറ്റ്, അതൊക്കെ വീക്ക് ഇലക്ട്രോലൈറ്റിന് എക്സാമ്പിളാണ്. അപ്പോൾ ഈ സൊല്യൂഷനിൽ കൂടിയാണ് കണ്ടക്റ്റൻസ് നോർമലി നടക്കുന്നത്. അപ്പോൾ നമ്മളൊരു സൊല്യൂഷനെ കൂടി കടന്നു പോകുമ്പോഴേക്ക് അതിന് ഡീകമ്പോസിഷൻ നടക്കുന്നു. കാരണം അപ്പോൾ അവിടെ കറണ്ടിൻ്റെ പാസേജ്, അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യലും അവിടെ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ലോവർ ക്ലാസ്സിൽ പഠിച്ച കുറച്ച് റൂൾസുകൾ പഠിക്കുന്നതിന് അതിലൊന്നാണ് ഓംസ് ലോ എന്ന് പറയുന്നത്. ഓംസ് ലോ എന്താണ്? ഒരു നമ്മളിപ്പോൾ ഓംസ് ലോ പെട്ടെന്ന് ഓർക്കാനായിട്ട് നമ്മുടെ വീടുകളിലൊക്കെ നോക്കുമ്പോൾ ജനലൊക്കെ കാണും. അപ്പോൾ അവിടെ ഇരുമ്പിൻ്റെ കമ്പി കാണും. അപ്പോൾ ഒരു നിശ്ചിത കമ്പിയിൽ, ആ കമ്പി 2 മരത്തിൻ്റെ ഇടയിലായിരിക്കും ആ ഇരുമ്പ് കമ്പി നിൽക്കണമെന്നുണ്ടെങ്കിൽ ആ 2 മരത്തിൻ്റെ കമ്പിയുടെ ഇടയിൽ ഒരു എൻഡ് എന്ന് പറഞ്ഞാൽ മറ്റേ എൻഡിൻ്റെ വരെ, ആ 2 എൻഡിൽ കൂടി ഒരു കറണ്ട് കടന്നു പോകുമ്പോഴേക്കും ആ 2 എൻഡിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിനാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് ഓംസ് ലോ വെച്ച്. കറണ്ട് പാസ് ത്രൂ എ കണ്ടക്ടർ ഓഫ് between 2 points is directly proportional to voltage across the 2 points. അപ്പോൾ അതിൽ കൂടി കടന്നു പോകുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ I ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്തിനാണ്? ആ 2 പോയിന്റ് തമ്മിലുള്ള പൊട്ടൻഷ്യലിൽ അല്ലെങ്കിൽ അതിൻ്റെ വോൾട്ടേജിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതാണ് ഓംസ് ലോ പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഇക്വേഷനായിട്ട് എഴുതുന്നത് I എന്ന് പറഞ്ഞാൽ അതിൽ കൂടി കറണ്ട് പോകുന്ന കറണ്ട്, E എന്ന് പറഞ്ഞാൽ അതിൻ്റെ 2 തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, E ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും. ആ പ്രൊപ്പോർഷനാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി നമ്മളൊരു കോൺസ്റ്റൻറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. therefore I is equal to E by R or I is equal to E by R
ദെൻ ആർ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് ദാറ്റ് ഈസ് കോൾഡ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് വിച്ച് ഈസ് കോൾഡ് റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ കറണ്ട് കടന്നു പോകുന്നു. അപ്പോൾ അതിൻ്റെ ഒപ്പോസ് ചെയ്യുന്ന സാധനത്തിനാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. കറണ്ട് കടന്നു പോകുന്ന ഒപ്പോസ് ചെയ്യുന്നതിനാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അത് ഓം എന്നുള്ളൊരു യൂണിറ്റ് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് ആർ എന്നുള്ളൊരു സിമ്പിൾ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓംസ് എന്നുള്ളൊരു യൂണിറ്റ് വെച്ചിട്ടാണ് അതിൻ്റെ യൂണിറ്റ്. അപ്പോൾ കണ്ടക്റ്റൻസ് നമ്മളിപ്പോൾ കണ്ട് റെസിസ്റ്റൻസ്, ഓംസ് ലോയിൽ നിന്ന് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ, കറണ്ട് കടന്ന് പോകുന്നതിനോ ഒബ്ജക്റ്റ് ചെയ്യുന്നതാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ റെസിപ്രോക്കലാണ് കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത്. റെസിപ്രോക്കൽ ഓഫ് ദി റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒപ്പോസ് ചെയ്യുന്നു. അപ്പോൾ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ എന്താ, എഗ്രി ചെയ്യുന്നു അല്ലെങ്കിൽ ഈസി ആക്കുന്നു, എത്രത്തോളം കറണ്ട് കടത്തി പോകാൻ പറ്റും. ദാറ്റ് ഈസ് കോൾഡ് കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ഈസ് ഓഫ് വിത്ത് വിച്ച് എ കറണ്ട് ഫ്ലോ ത്രൂ ദ കണ്ടക്ടർ. അപ്പോൾ കണ്ടക്റ്റൻസ് റെപ്രസെൻറ്റ് ചെയ്യാൻ ജി വെച്ചുള്ള സിമ്പിളായിട്ടാണ്. ഇത് റെസിപ്രോക്കലാണ് 1/R. അപ്പോൾ ആർ എന്ന് പറഞ്ഞാൽ ഓം എന്നുള്ളൊരു യൂണിറ്റ് ഇട്ടാണ്. അപ്പോൾ ജി എന്ന് പറയുന്നത് ഓം ഇൻവേഴ്സ് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഓം ഇൻവേഴ്സ് SI യൂണിറ്റ് ആണ്, സീമെൻസ് എന്നുള്ള രീതിയിലാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അടുത്താണ് സ്പെസിഫിക് റെസിസ്റ്റൻസ്. സ്പെസിഫിക് റെസിസ്റ്റൻസ് പറയുമ്പോൾ നമ്മളവിടെ ഒരു യൂണിറ്റ് ഡയമെൻഷൻ കൊടുക്കുന്നു, ഒരു ഇത്ര നിശ്ചിത എന്നുള്ള രീതിയിൽ ഒരു ഡയമെൻഷൻ കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ എടുക്കുന്ന കണ്ടക്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുമ്പോഴേക്കും നമുക്കവിടെ രണ്ട് ടേംസ് ഉണ്ട്. ഒന്ന് ആ റെസിസ്റ്റൻസ് എന്ന് പറയാം ഓഫ് എ കണ്ടക്ടർ, ഏതിൽ കൂടിയാണ് കറണ്ട് കടന്നു പോകുന്നത് അതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ക്രോസ് സെക്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ വീണ്ടും എടുക്കുക. നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള ജനൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാൻ. അത് ഇരുമ്പിൻ്റെ കമ്പികളൊക്കെ പലയിടത്തുണ്ട്, എല്ലായിടത്തും ഇരുമ്പ് കമ്പി കാണണമെന്നില്ല, ഒരു കോമൺ ആയിട്ട്. അപ്പോൾ ആ രണ്ട് മരത്തിൻ്റെ ഇടയിലാണ് കമ്പി നിൽക്കുന്നത്. ആ കമ്പിയുടെ ലെങ്ത്ത്, അതുപോലെ കമ്പിക്കൊരു തിക്നെസ് ഉണ്ടാവും, അതാണ് അതിൻ്റെ ഏരിയ ക്രോസ് സെക്ഷൻ എന്ന്. അപ്പോൾ ആ കമ്പി കൂടി കടന്നു പോകുന്ന കറണ്ട് അല്ലെങ്കിൽ അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ലെങ്ത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലും അതിൻ്റെ ഏരിയ ക്രോസ് സെക്ഷൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ദാറ്റ് ഈസ് റെസിസ്റ്റൻസ് ആർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൽ ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ക്രോസ് സെക്ഷൻ. അപ്പോൾ ഇവിടെ നമുക്കൊരു പ്രൊപ്പോർഷണാലിറ്റി സൈൻ ഉണ്ട്, അത് മാറ്റാൻ വേണ്ടി നമ്മൾ പുതിയൊരു ടേം യൂസ് ചെയ്യുന്നത് റോ, അത് വിളിക്കുന്ന പേരാണ് റോ. റോ ഈസ് ദി പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആൻഡ് ഈസ് കോൾഡ് റെസിസ്റ്റിവിറ്റി ഓർ സ്പെസിഫിക് റെസിസ്റ്റൻസ്. റെസിസ്റ്റിവിറ്റി ഓർ സ്പെസിഫിക് റെസിസ്റ്റൻസ് റോയിൻ്റെ പേരിൽ. അപ്പോൾ റോയ്ക്ക് നമുക്കൊരു ഡെഫിനിഷൻ കൊടുക്കാം. വെൻ L is equal to 1, നമ്മൾ എടുക്കുന്ന കണ്ടക്ടറിൻ്റെ ലെങ്ത് 1 സെൻറ്റിമീറ്ററും അതിൻ്റെ ഏരിയ ക്രോസ് സെക്ഷൻ 1 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ ഈ ടൈം എന്താ പറയും, L is equal to 1, A is equal to 1 സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈ ടൈം ഈ ബ്രാക്കറ്റിനകത്തുള്ള ടൈം എന്തായിട്ട് മാറും, ബ്രാക്കറ്റ് ടൈം is equal to 1 ആയിട്ട് മാറും. സോ നമുക്ക് എന്ത് കിട്ടും, R is equal to റോ എന്നും പറഞ്ഞ് കിട്ടും. അപ്പോൾ റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു റെസിസ്റ്റിവിറ്റി എപ്പോഴാണ്, യൂണിറ്റ് ലെങ്ത്തും യൂണിറ്റ് ഏരിയ ക്രോസ് സെക്ഷൻ എടുക്കുമ്പോൾ ഉള്ളതാണ് റോ. അപ്പോൾ അതിൻ്റെ റോ എന്ന് പറയുമ്പോൾ ഇക്വേഷൻ നമ്മൾ റോയിനെ ഡെഫിനൈൻ ചെയ്യുമ്പോൾ റോ എന്ന് പറഞ്ഞാൽ R × A/L. ആറിൻ്റെ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്, ഓം എന്നും പറഞ്ഞ് എഴുതി. ഏരിയ എന്ന് പറഞ്ഞാൽ സെൻറ്റിമീറ്റർ സ്ക്വയർ, L എന്ന് പറഞ്ഞാൽ സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടുന്ന് ഒരു സെൻറ്റിമീറ്റർ മേളത്തെ ഒരു സെൻറ്റിമീറ്റർ കൂടി കട്ട് ചെയ്തുമ്പോൾ ഓം ഇൻറ്റു സെൻറ്റിമീറ്റർ എന്നായിരിക്കും റോയുടെ സ്പെസിഫിക് റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് കിട്ടുന്നത്. അപ്പോൾ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റിലുള്ള റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ യൂണിറ്റിലുള്ള കണ്ടക്റ്റൻസിനെയാണ് നമ്മൾ സ്പെസിഫിക് കണ്ടക്റ്റൻസ് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കലാണ് കണ്ടക്റ്റൻസ്. അപ്പോൾ സ്പെസിഫിക് റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കലാണ് സ്പെസിഫിക് കണ്ടക്റ്റൻസ്, ഓർ ഇറ്റ് ഈസ് കോൾഡ് കണ്ടക്ടിവിറ്റി. സോ ഇറ്റ് ഈസ് ദ സ്പെസിഫിക് കണ്ടക്റ്റൻസ് ഓർ കണ്ടക്ടിവിറ്റി K അല്ല കാപ്പ എന്നും പറയാറുണ്ട്. ഇറ്റ്സ് ഈക്വൽ ടു 1/ρ, റെസിപ്രോക്കൽ ഓഫ് ദി സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓർ റെസിസ്റ്റിവിറ്റി. ഓക്കെ, ദെൻ നമുക്കറിയാം അത് ഈ ഇക്വേഷൻ നമുക്ക് അറിയാം, നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. R is equal to ρ × L/A. ഇവിടെ റോയുടെ വാല്യൂ ഉണ്ട്. റോ ഇതിൽ നമ്മൾ റോയിനെ എടുക്കണമെങ്കിൽ റോ is equal to ഈ A ഇപ്പുറത്തേക്കും RA/L. RA/L എന്നുള്ള റോയുടെ വാല്യൂ നമ്മൾ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഈ ഇക്വേഷനിൽ കെയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. റോയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/R ഇൻറ്റു ഇവിടെ L/A ആണ്. അതിപ്പോൾ തിരിച്ചിടുമ്പോഴേക്കും A/L ആണത് 1/, ആയിട്ട് എഴുതുമ്പോഴേക്ക് L/A ആയിട്ട് മാറും.
1/ρ ആയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ 1/ρ ആയിട്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ റോയുടെ വാല്യൂ ഇതാണ്. അപ്പോൾ 1/ρ എന്ന് പറയുമ്പോൾ 1/r × L/A ആയിട്ട് മാറും. റോ എന്ന് പറഞ്ഞാൽ A/L ആണ്, പക്ഷേ 1/L ആയിട്ട് മാറും. അപ്പോൾ 1/r നമ്മൾ ഓൾറെഡി കണ്ടിട്ട് കണ്ടക്റ്റൻസ് R, L/A എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. ദിസ് കോൾഡ് സെൽ കോൺസ്റ്റന്റ് എന്നാണ് പറയുന്നത്. സോ ദിസ് ഇസ് കോൾഡ് സ്പെസിഫിക് കണ്ടക്റ്റൻസ് ഓർ കണ്ടക്ടിവിറ്റി. ഇനി അവിടെ നമ്മൾ ഒരു ഡയമെൻഷൻ യൂണിറ്റ് കൊടുക്കുന്നതിന് L = 1 cm, A = 1 cm² ആണെങ്കിൽ ദിസ് ടൈം എന്ത് പറയും? ദിസ് ടൈം = 1 ആയിട്ട് മാറും. അപ്പോൾ എന്ത് പറയും? സ്പെസിഫിക് കണ്ടക്റ്റൻസ് കണ്ടക്റ്റൻസ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ സെൽ അല്ലെങ്കിൽ ആ മെറ്റീരിയൽ എന്ന് പറയും. അപ്പോൾ അതിന് നമുക്ക് ഡിഫൈൻ ചെയ്യാനാണ് ഇറ്റ് ഈസ് ദ കണ്ടക്റ്റൻസ് ഓഫ് കോളം ഓഫ് ഇറ്റ് യൂണിറ്റ് ലെങ്ത്. ഒരു കോളം കൺസിഡർ ചെയ്യുന്ന ആ യൂണിറ്റ് ലെങ്ത് ആണ്, അതിൻ്റെ യൂണിറ്റ് ഏരിയ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ അതിൻ്റെ കണ്ടക്റ്റൻസിനെയാണ് നമ്മൾ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത്. അതില്ലെങ്കിൽ നമ്മൾ മറ്റൊരു വേർഡ്സിൽ നമുക്കത് പറയാം. ദ സ്പെസിഫിക് കണ്ടക്റ്റൻസ് ഓർ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ. നമ്മളൊരു സൊല്യൂഷൻ എടുക്കണമെങ്കിൽ, ഇപ്പോൾ ഇവിടെ നമ്മളൊരു കോളം എന്ന് പറഞ്ഞാൽ കോളത്തിനകത്ത് ഒരു സൊല്യൂഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ സൊല്യൂഷനകത്താകുമ്പോൾ എന്താണ് അതിൻ്റെ കണ്ടക്റ്റൻസ് ഓഫ് 1 cm³. ആ കോളത്തിൻ്റെ ലെങ്ത്ത് 1 cm, ഏരിയ ക്രോസ് സെക്ഷൻ 1 cm. അപ്പോൾ ലെങ്ത്ത് ഹൈറ്റും ബ്രെഡ്ത്തൊക്കെ ആകുമ്പോൾ ഒരു ക്യൂബായിട്ട് മാറി. അപ്പോൾ 1 cm³ സൊല്യൂഷനകത്തുള്ള ഓൾ അയോൺസിൻ്റെ conductance is defined as the conductance of 1 cm³ of the solution kept between two platinum electrode with a unit area cross section and placed at a unit distance. അപ്പോൾ 2 പ്ലാറ്റിനം ഇലക്ട്രോഡ് അത് തമ്മിൽ ഒരു 1 cm ലെങ്ത്തിലും അതിൻ്റെ ഏരിയ ക്രോസ് സെക്ഷൻ 1 cm ഇടയിൽ വരുന്ന സൊല്യൂഷൻ്റെ കണ്ടക്റ്റൻസിനെയാണ് കണ്ടക്ടിവിറ്റി എന്ന സ്പെസിഫിക് കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി ഇത് നമ്മൾ എടുക്കുന്ന ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ ടേംസ് അനുസരിച്ച്, അതിൻ്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന ടേംസ് അനുസരിച്ച് നമ്മൾ ആ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് കണ്ടക്റ്റൻസിന് ഇക്വലന്റ് കണ്ടക്റ്റൻസ് എന്നോ അതേപോലെ തന്നെ മോളാർ കണ്ടക്റ്റൻസ് എന്നും പറഞ്ഞ 2 രീതിയിൽ നമ്മൾ പറയുന്നു. ഇപ്പോൾ നിങ്ങൾ ഈ ഫസ്റ്റ് സെമ്മിൽ പഠിച്ചിട്ട് കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പല യൂണിറ്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനകത്തൊരു യൂണിറ്റാണ് നോർമാലിറ്റി, മറ്റൊരു യൂണിറ്റാണ് മൊളാരിറ്റി. ഇപ്പോൾ നോർമാലിറ്റി പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ച നമ്പർ ഓഫ് ഗ്രാം ഇക്വലന്റ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ 1 liter സൊല്യൂഷൻ ആൻഡ് റെപ്രസെൻറ്റഡ് ബൈ N. അപ്പോൾ അവിടെ നോർമാലിറ്റി ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഗ്രാം ഇക്വലൻസ് എന്നൊരു ടേംസ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന സൊല്യൂഷൻ്റെ ഇക്വലൻസ് വെച്ചിട്ടാണ് പറയുന്നതെങ്കിൽ നമ്മൾ ആ കണ്ടക്ടിവിറ്റിനെ ഇക്വലന്റ് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നു. ഇനി സപ്പോസ് നമ്മൾ എടുക്കുന്ന സൊല്യൂഷൻ ഒരു മോളാർ സൊല്യൂഷൻ ആണെങ്കിൽ അവിടെ നമ്മൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ ലിറ്റർ സൊല്യൂഷൻ, അപ്പോൾ നമ്പർ ഓഫ് മോൾസ് വെച്ചിട്ടാണ് മൊളാരിറ്റി പറയുന്നത്. അങ്ങനെയുള്ള ടേംസ് എടുക്കുമ്പോഴേക്കാണ് നമ്മളെ കണ്ടക്ടിവിറ്റിക്ക് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇനി എന്താണെന്ന് നമുക്ക് നോക്കാം. ഇക്വലന്റ് കണ്ടക്റ്റൻസ് അല്ലെങ്കിൽ ഇക്വലന്റ് കണ്ടക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ഇക്വലന്റ് കണ്ടക്റ്റൻസ് എന്നും പറയുന്നു, ഇക്വലന്റ് കണ്ടക്ടിവിറ്റി എന്നും പറയുന്നു. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി കണ്ടക്റ്റൻസ് ഓഫ് വോളിയം ഓഫ് സൊല്യൂഷൻ containing one equivalent of dissolved substance. One equivalent dissolved substance in the conductance ആണ് എപ്പോഴാണ് when placed between two parallel electrode which are unit distance apart and area cross section 1 ആയിരിക്കണം. അല്ലെങ്കിൽ മറ്റൊരു ഡെഫിനിഷൻ ആണ് it is defined as the conducting power of all the ions produced from one equivalent of electrolyte in a solution. ഒരു 1 equivalent ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ അതിനകത്തുള്ള എല്ലാ അയോൺസും പ്രൊഡ്യൂസ് ചെയ്യുന്ന കണ്ടക്റ്റൻസിനെയാണ് ഇക്വലന്റ് കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ 2 രീതിയിലും ഡെഫിനിഷൻ പറയാൻ 2 സെയിം ആണ്. ദിസ് ഇസ് ദി വോളിയം ഓഫ് സൊല്യൂഷൻ കണ്ടെയ്നിങ് 1 ഇക്വലന്റ്. ഒരു വോളിയം അതിനകത്ത് 1 ഇക്വലന്റ് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ആ സൊല്യൂഷനിൽ നിന്നുണ്ടാവുന്ന അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കണ്ടക്റ്റൻസിനെയാണ് ഇക്വലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സൊല്യൂഷനകത്ത് 1 ഇക്വലന്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. അത് ഇക്വലന്റ് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ആണ്. ഇനി നമ്മൾ എടുക്കുന്ന ഇവിടെ ഒരു വോളിയം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു സൊല്യൂഷൻ 1 ഇക്വലന്റ് ആയിട്ടുള്ള സൊല്യൂഷൻ്റെ വോളിയം എന്ന് പറയുന്നത് V³ ആണെങ്കിൽ അതിൻ്റെ ഇക്വലന്റ് കണ്ടക്റ്റൻസ് ലാംഡ എന്നുള്ളൊരു സിമ്പിൾ വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇക്വലൻസ് അറിയാൻ വേണ്ടി EQ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇക്വലന്റ് കണ്ടക്റ്റൻസ് റെപ്രസെൻ്റ് ചെയ്യുന്ന ലാംഡ എന്നുള്ള ലാംഡ EQ. ലാംഡ ഇക്വലൻസ് ഇസ് ഈക്വൽ ടു സ്പെസിഫിക് കണ്ടക്റ്റൻസ് ഇൻറ്റു വോളിയം. വോളിയം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ എടുക്കുന്ന 1 ഇക്വലന്റ് സൊല്യൂഷൻ്റെ വോളിയത്തിനാണ് V എന്ന് പറയുന്നത്. അപ്പോൾ K × V എന്ന് പറയുന്നത്. So, specific conductance is equal to K × V. ഇനി നമ്മൾ എടുക്കുന്ന സൊല്യൂഷൻ്റെ
കോൺസെൻട്രേഷൻ നമ്മൾ ഇക്വലൻസിനകത്താണ് പറഞ്ഞത്. അപ്പോൾ ഇക്വലൻസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എടുക്കുന്ന ഒരു ടേമാണ് നോർമാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം നോർമാലിറ്റി ഈസ് ഈക്വൽ ടു വെയിറ്റ് പെർ ഇക്വലൻറ്റ് വെയിറ്റ് പെർ ലിറ്റർ സൊല്യൂട്ട് number of equivalents, that is weight per equivalent weight into volume divided by 1000 എന്നാണ് നോർമാലിറ്റിയുടെ ഇക്വേഷൻ. അപ്പോൾ 1 ഇക്വലൻറ്റ് സൊല്യൂഷൻ എടുക്കണമെങ്കിൽ ഈ ടേം എന്തായിട്ട് മാറും? ദിസ് ടേം ഇസ് ഈക്വൽ ടു 1 ആയിട്ട് മാറും. അപ്പോൾ നോർമാലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായി? V/N ആയിട്ട് മാറി. അതിൽ നിന്ന് V എന്ത് കിട്ടുക? അതിൽ നിന്ന് V is equal to, ഇതിൽ നിന്ന് V എന്ത് വരും? V is equal to N is equal to this one, V is equal to 1000 into അല്ല ഒരു മിനിറ്റ്, ഇത് നമ്മൾ റീഅറേഞ്ച് ചെയ്തിടുമ്പോഴേക്കും ഇറ്റ് ഈസ് ബിക്കം 1000/n ആയിട്ട് മാറും. 1000/n ആയിട്ട് മാറും. അവിടെ നമ്മുടെ നോർമാലിറ്റി ടേംസ് V എന്ന് പറയുന്നത് 1000/n ആയിട്ട് മാറാം. ഇക്വേഷനകത്ത് നിന്ന് V is equal to 1000/n ആയിട്ട് മാറും. കാരണം വെയിറ്റും ഇക്വലന്റ് വെയിറ്റും എന്ന് പറയുന്നത് 1 ആയിട്ട് മാറുമ്പോൾ 1000/n ആയിട്ട് മാറും. ആ ടേംസ് നമ്മളിവിടെ വിയുടെ സ്ഥലത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ ഇസ് ഈക്വൽ ടു 1000/n ആണ്. അപ്പോൾ ടേംസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1000/n എന്നുള്ള ടേംസ് ആയിട്ട് നമുക്കിവിടെ കിട്ടും. ദാറ്റ് ഈസ് കോൾഡ് ഇറ്റ്സ് കോൺസെൻട്രേഷൻ ആണെന്ന് പറയുന്നത്. അപ്പോൾ കെ എന്താണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടു, സ്പെസിഫിക് കണ്ടക്റ്റൻസ് ആണെന്ന് പറഞ്ഞ് കണ്ടു. സ്പെസിഫിക് കണ്ടക്റ്റൻസിൻ്റെ യൂണിറ്റ് നമ്മൾ കണ്ടു. എത്രയാണ്? എല്ലും ഇതൊക്കെ 1 ആയതുകൊണ്ട് അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഓം ഇൻവേഴ്സ് ഇൻറ്റു സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. അപ്പോൾ കെ എന്ന് പറയുന്നത് ഓം ഇൻവേഴ്സ് ഇൻറ്റു സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. ദെൻ ഇവിടെ എന്ത് ചെയ്യുന്നു? ഒരു 1000 എന്ന് പറഞ്ഞാൽ സെൻറ്റിമീറ്റർ ക്യൂബാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കെ എന്ന് പറഞ്ഞാൽ ഓം ഇൻവേഴ്സ് ഇൻറ്റു സെൻറ്റിമീറ്റർ ഉണ്ട്, ഇവിടെ സെൻറ്റിമീറ്റർ ക്യൂബ് ഉണ്ട്. അപ്പോൾ അവിടെ കട്ട് ചെയ്ത് പോകുമ്പോൾ സെൻറ്റിമീറ്റർ സ്ക്വയർ ആവും. എന്ന് പറഞ്ഞാൽ ഇക്വലൻസ് ആണ്. അപ്പോൾ ഇക്വലൻസ്, അപ്പോൾ അതിൻ്റെ യൂണിറ്റ് നോക്കി ഓം ഇൻവേഴ്സ് സെൻറ്റിമീറ്റർ സ്ക്വയർ ഇക്വലൻസ്, അല്ലെങ്കിൽ ഓം ഇൻവേഴ്സ് സെൻറ്റിമീറ്റർ ഇക്വലൻസ്, അല്ലെങ്കിൽ SI യൂണിറ്റിലാണെങ്കിൽ സീമെൻസ് സെൻറ്റിമീറ്റർ സ്ക്വയർ ഇക്വലൻസ് എന്നുള്ള ടേംസിനകത്തേക്ക് വരും. ഇനി നമ്മൾ പറയുന്ന സൊല്യൂഷൻ, എടുക്കുന്ന സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ മൊളാരിറ്റിയിൽ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ കണ്ടക്റ്റൻസിന് വിളിക്കുന്ന പേരാണ് മോളാർ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ മോളാർ കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അതെന്തായിരിക്കും ഡെഫിനിഷൻ? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി കണ്ടക്റ്റൻസ് ഓഫ് എ വോളിയം ഓഫ് സൊല്യൂഷൻ കണ്ടെയ്നിങ് 1 mole ഓഫ് ദി ഡിസോൾവ്ഡ് സബ്സ്റ്റൻസ്. 1 mole. മറ്റൊരുത്ത് എന്തായിരുന്ന? ഹിയർ ഇറ്റ് ഈസ് എ 1 equivalent ഓഫ് ദി ഡിസോൾവ്ഡ് സബ്സ്റ്റൻസ്. ഇവിടെ 1 mole ഓഫ് ദി ഡിസോൾവ്ഡ് സബ്സ്റ്റൻസ്. ബാക്കിയൊക്കെ സെയിം ആണ്. വെൻ പ്ലേസ്ഡ് ബിറ്റ്വീൻ 2 പാരലൽ ഇലക്ട്രോഡ് വിച്ച് ആർ യൂണിറ്റ് ഡിസ്റ്റൻസ് അപ്പാർട്ട് ആൻഡ് ലാർജ് എനഫ് ടു കണ്ടെയ്ൻ ബിറ്റ്വീൻ ദ വോൾ. അതല്ലെങ്കിൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി കണ്ടക്റ്റിംഗ് പവർ ഓഫ് ഓൾ ദി അയോൺസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം 1 gram mole ഓഫ് ദി ഇലക്ട്രോലൈറ്റ്. 1 gram mole ഇലക്ട്രോലൈറ്റ് ആണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന 1 gram mole ഇലക്ട്രോലൈറ്റിൻ്റെ വോളിയം V ആണെങ്കിൽ അതിൻ്റെ മോളാർ കണ്ടക്റ്റൻസ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്ന λm വെച്ചിട്ടാണ്. മറ്റെടുത്ത് λEq, ഇക്വലൻസിൻ്റെ EQയും മോളാറിൻ്റെ M ആണ്. അപ്പോൾ മോളാർ കണ്ടക്റ്റൻസ് λm is equal to സ്പെസിഫിക് കണ്ടക്റ്റൻസ് ഇൻറ്റു വോളിയം. ആ വോളിയം നമ്മൾ നേരത്തെ പറഞ്ഞതിന് മൊളാരിറ്റിയുടെ ടേംസ് എടുക്കുമ്പോൾ നമുക്കതിന് ഈ ടേംസ് 1 ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് 1000/m എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യുക. 1000/n, കാരണം നമ്മുടെ മൊളാരിറ്റി ഈക്വൽ ടു ദിസ് 1 ആണെങ്കിൽ 1000/, ഞാൻ ഈ എഴുതിയ ഇക്വേഷനകത്ത് 1000/v ആണ് കേട്ടോ വരുന്നത്. ഞാൻ എഴുതിയപ്പോൾ മിസ്റ്റേക്കാണ്. V/1000 അല്ല, 1000/v ആണ്. അതുകൊണ്ടാണ് എനിക്ക് നേരത്തെ ഒരു കൺഫ്യൂഷൻ വന്നത്. അപ്പോൾ ഇവിടെ ഈ ടേംസ് 1 മോളാർ സൊല്യൂഷൻ എടുക്കുമ്പോഴേക്ക് ഈ ടേംസ് 1 ആയിട്ട് മാറും. ബാക്കി എമ്മിൻ്റെ സ്ഥലത്ത് 1000. അപ്പോൾ V എന്തായാലും V is equal to 1000/m എന്നുള്ള ടേംസ് വരും. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ കെയുടെ വാല്യൂ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്ന ഓം ഇൻവേഴ്സ് സെൻറ്റിമീറ്റർ, ഓം ഇൻ സെൻറ്റിമീറ്റർ എന്നുള്ള രീതിയിൽ കെയുടെ യൂണിറ്റ് നമ്മൾ ഓൾറെഡി സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്ന K is equal to ഓം ഇൻവേഴ്സ് സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. ദെൻ ഇവിടെ ഒരു 1000 വരുമ്പോഴേക്ക് സെൻറ്റിമീറ്റർ ക്യൂബാണ്. അപ്പോൾ സെൻറ്റിമീറ്റർ ക്യൂബ് സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിട്ട് മാറി. പിന്നെ ഒരു മൊളാരിറ്റി ടേംസ് ഉണ്ട്, M ഉണ്ട്. മൊളാരിറ്റിയുടെ മോൾ ഇൻവേഴ്സ് ആണ്. അപ്പോൾ ഓം ഇൻവേഴ്സ് സെൻറ്റിമീറ്റർ സ്ക്വയർ മോൾസ്, അല്ലെങ്കിൽ സീമെൻസ് സെൻറ്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ് എന്ന് പറഞ്ഞ് വരും. ഇവർ തമ്മിലുള്ള ഒരു കോറിലേഷനാണ് ഇക്വലന്റ് കണ്ടക്റ്റൻസ് മോളാർ കണ്ടക്റ്റൻസ്. അപ്പോൾ
ഇക്വലന്റ് കണ്ടക്ടൻസ് ഇസ് ഈക്വൽ ടു ഇക്വലന്റ് എന്ന് പറയുമ്പോൾ ഇക്വലന്റ് മാസ് ഓഫ് ദി ഇലക്ട്രോലൈറ്റ് ഡിവൈഡ് ബൈ മോളിക്കുലർ മാസ് ഓഫ് ദി ഇലക്ട്രോലൈറ്റ് ഇൻറ്റു മോളാർ കണ്ടക്ടൻസ്. അതല്ലെങ്കിൽ ഇവിടെ ഇക്വലന്റ് മാസ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ മൊളാരിറ്റി ഓഫ് ദി സൊല്യൂഷൻ ഡിവൈഡഡ് ബൈ നോർമാലിറ്റി ഓഫ് ദി സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് ഓർത്തിരിക്കാന്ന് വെച്ചാൽ ലാംഡ ഇക്ക് എന്ന് പറയുമ്പോഴേക്കും ഇക്വലന്റ് മാസ് ഓർത്തിരിക്കുക. ഇക്വലന്റ് മാസ് ഇക്വു എന്ന് പറയുമ്പോൾ ഇക്വലന്റ് മാസ് ഓഫ് ഇലക്ട്രോലൈറ്റ് ഡിവൈഡ് ബൈ മോളിക്കുലർ മാസ് ഇലക്ട്രോലൈറ്റ് ഇൻറ്റു ലാംഡ എം. ഞാൻ ഇക്വലന്റ് മാസ് നമ്മൾ മൊളാരിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴേക്ക് ഈ ടേംസ് നേരെ തിരിച്ചു വരും. അപ്പോൾ നോർമാലിറ്റി താഴേക്ക് പോകും, മോളിക്കുലർ മാസും മേളിലേക്ക് പോകും. അപ്പോൾ മൊളാരിറ്റി ബൈ നോർമാലിറ്റി എന്നുള്ള ടേംസിലേക്ക് വരും. ഓക്കെ.